ഏറ്റവും പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ സാർ, ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ ഇടപെടലുകളുടെ ഒരു പൊതു സ്വഭാവം കണ്ടു എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആ അപേക്ഷ വാങ്ങി പരിശോധിച്ച് മിനിറ്റുകൾക്കകം KSRTC തന്നെ ഒരു ബസ് മേടിക്കാനുള്ള നിർദ്ദേശം വാക്കാൽ തന്നെ അപ്പൊ കൊടുത്തു. പിന്നെ ഓർഡറായി അത് കൈമാറി. ഇന്ന് ഈ ബസ് വരുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് 1,98,00,000 രൂപ, അങ്ങനെ പറഞ്ഞാൽ 2 കോടി രൂപ കൊടുത്താണ് KSRTC ഇങ്ങനെ ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയത്. എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഇടയിലുള്ളത്. KSRTCയുടെ ഒരു പഴയ വണ്ടി കൊണ്ടുവന്നൊരു ട്രയൽ റൺ നടത്തണം എന്ന് പറഞ്ഞു. കാരണം ഇനി പോകുമ്പോ ഇവിടെ ബസ്സൊക്കെ വാങ്ങിയിട്ട് കാശും ചെലവാക്കിയിട്ട് കയറാൻ പറ്റാതെ പോയാലോ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും കൂടി അതിനകത്ത് കയറി തൃശ്ശൂരിൽ നിന്ന് അത് വരുന്ന വഴിയിലൂടെ തന്നെ നേരെ ഇതിനകത്ത് കയറി പൂർണ്ണമായും ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വന്ന് അത് പറ്റും എന്നുറപ്പിച്ചപ്പോ എന്നാ പിന്നെ വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്തോളാനുള്ള നിർദ്ദേശം ഇവിടെ വെച്ചു തന്നെ ആ മിനിറ്റിൽ കൊടുത്തു. തൃശ്ശൂരിന്റെ എല്ലാ മോഹിനിയാട്ടമുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യം, അതുപോലെ പുലികളിയുണ്ട്, പിന്നെ നമ്മുടെ മാനുണ്ട്. നമ്മുടെ ഈ ഒരു മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരു 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു മനോഹരമായൊരു ഇതാണ്. ഈ ഒരു ട്രിപ്പ് വളരെ നന്നായിരിക്കും, വളരെ വിജയം കൈവരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു അല്ലേ? രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 8:30 മണി, അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അകത്തെല്ലാം കണ്ടതിന് ശേഷം ആ ട്രിപ്പ് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് പോയി വെയിലാകുന്നതിന് മുമ്പേ അങ്ങ് അവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്ക് വീണ്ടും അടുത്ത ട്രിപ്പ്. കാരണം പെരുവെയിലത്ത് രാജൻ എന്നെ അന്ന് കൊണ്ടുപോയിട്ട് എന്റെ കഥ കഴിച്ചളഞ്ഞ് ആ റൗണ്ടിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ അതിനകത്ത് ഇരുത്തി എന്നെ കൊണ്ടുവന്ന് ഞാനങ്ങ് കരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് ആളുകളെ കഴിക്കുന്നില്ല. നമ്മൾ 3 മണിക്ക് ശേഷം അത് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരും. വൈകിട്ട് ഇവിടെ വന്ന് മൃഗശാലയെല്ലാം അകത്ത് കയറി കറങ്ങിയതിന് ശേഷം തിരിച്ചു പോകും. അതുപോലെ തന്നെ രാജൻ വിദ്യാർത്ഥിനികൾ ഇവിടെ വന്ന് റിസർച്ച് ചെയ്ത് അവർ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനും മൃഗങ്ങളെ കുറിച്ചുള്ള സുവോളജിയെ കുറിച്ചുള്ള എല്ലാ പഠനത്തിനും ഉള്ള സാധ്യത ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവരും മൃഗശാല, അതായത് 10-11 ഏക്കർ കിടക്കുന്ന മൃഗങ്ങളെ ഇച്ചിരി വിശാലമായി തുറന്നു വിടാം. മനുഷ്യൻ കൂട്ടിന്റെ ഉള്ളിലും അതങ്ങനെയാണ്. മനുഷ്യനെ കൂട്ടിലൂടെ പോകുമ്പോൾ പുറത്ത് കരടി വെളിയിലും അതിനെ തുറന്നു വിടുക. നമ്മൾ അടിയിൽ കൂടെ ഒരു തുരങ്കത്തിൽ കൂടെ പോവുക, തുരങ്കത്തിനകത്ത് വലയിടുക. ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണ്. മാത്രമല്ല ഞാൻ പുറത്തു പോകിയിരുന്നു നേരെ ചെറുതായിട്ടൊന്ന് ഇറക്കിക്കോ. ഞാൻ മറന്നു അപ്പൊ അവിടെ ചിലപ്പോ പറഞ്ഞായിരുന്നു. ഇല്ല, കുഴപ്പമുണ്ടായില്ല. നോട്ട് ചെയ്തോളൂ.
നിങ്ങൾ പുറത്തു പോകില്ലെന്നോ? അപ്പൊ അവിടെ പറഞ്ഞായിരുന്നു. കുഴപ്പമുണ്ടായില്ല.